ഞാൻ ബഹുമാനപ്പെട്ട ഒന്നരായ ഉസ്താദിനിരുത്തി എന്റെ അരികിൽ തെറ്റുവരുമ്പോ അത് തിരുത്തുമെന്ന നിർഭവിശ്വാസത്തോടെ ഞാൻ എന്റെ ഉമ്മബെങ്ങന്മാരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഓ സഹോദരീ, നിങ്ങൾക്കുള്ള രക്ഷപ്പെടാനുള്ള വഴി, നിങ്ങളുടെ വിജയത്തിന്റെ കവാടം എവിടെയാണ്? കണ്ടോ, പുരുഷന്മാരായ ഞങ്ങൾക്ക് ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗമുള്ളത്. ആ ഉമ്മയെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് ഞങ്ങൾ ചെയ്തോ? സ്ത്രീകളെ, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നുവെങ്കിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മഹ്ദി അവர்கள் നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചു. അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ ഖാല സൗജുഹാ അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലർ റജുലി. ഒരു പുരുഷന് ഒന്നാം സ്ഥാനം ആരോടാണ് നബിയേ? ഒരു പുരുഷന് ഒന്നാം സ്ഥാനം ആരോടാണ്? റസൂലുള്ളാഹിന്റെ മറുപടി ഉമ്മുഹു, അവന്റെ ഉമ്മയോടാണ്, അവന്റെ വാപ്പയോടാണ്. അവന്റെ ഉമ്മയും വാപ്പയുമാണ് ഒന്നാം സ്ഥാനത്ത്. പണ്ഡിത മഹത്വത്തിൽ അത് വിശദീകരിക്കുന്നു. ആ സമയത്ത് സ്ത്രീകൾക്ക് ഒന്നാം സ്ഥാനമോ? അയ്യുന്നാസി അഅലമു ഹഖ്ഖൻ അലൽ മർആ ഖാല സൗജുഹാ. എന്റെ ശബ്ദം കേൾക്കുന്ന പുരുഷന്മാരെ, സാധുക്കളായ നമുക്ക് രക്ഷപ്പെടോ? നമ്മുടെ പ്രിയപ്പെട്ട മാതാവിന്റെ പൊരുത്തം വേണമെന്നല്ലേ പറഞ്ഞത്? അവരുടെ പൊരുത്തമില്ലാതെ ഭാര്യമാരെ എത്ര സന്തോഷിപ്പിച്ചാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. സ്ത്രീകൾക്ക് ഒന്നാം സ്ഥാനം അവിടെ ഭർത്താവാണ്, രണ്ടാം സ്ഥാനമാണ് അവരുടെ ഉമ്മയും അവരുടെ വാപ്പയും. അവരെ പ്രസവിച്ച ഉമ്മ ഒരു കാര്യം പറഞ്ഞു, ഭർത്താവ് ഒരു കാര്യവും പറഞ്ഞു. എന്നാൽ കേൾക്കേണ്ടത് ഭർത്താവിന്റെ വാക്കാണ്. ഭർത്താവാണ് ഒരു പെണ്ണിന് ഒന്നാം സ്ഥാനം. എന്നുവെച്ച് നമുക്കെല്ലാവർക്കും ഒന്നാം സ്ഥാനം ഉമ്മയാ. ഏതെങ്കിലും ആളുകൾ ഈ കൂട്ടത്തിൽ പെറ്റ ഉമ്മയെ ചീത്ത പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഉമ്മയെ വെറുപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് ഉമ്മയോട് വെറുപ്പ് കാണിക്കുന്ന വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ അനുജാ, ജീവിച്ചിരിപ്പുള്ള ഉമ്മയുണ്ടോ? കാല് പിടിച്ചോ, ഉമ്മ എന്ന് വിളിച്ച് പൊരുത്തപ്പെടിച്ചോ. പള്ളിക്കാട്ടിൽ സുഖമായി കിടക്കാൻ, അല്ലെങ്കിൽ വിഷമമാണ്, പ്രയാസമാണ്, എന്തൊക്കെ ചെയ്തു പോയാലും പള്ളിക്കാട്ടിൽ കിടക്കുന്ന ചെറിയ വീട് അതാണ് കത്തുന്ന തീകുണ്ടാരമായി മാറും. പുഴുക്കളരിക്കുന്ന പാമ്പുകളും തേളുകളും വന്ന് സ്വീകരിക്കാൻ നിൽക്കുമ്പോ ഉമ്മയുടെ വെറുപ്പോടെ മരിച്ച മകനാണോ? അവിടെ രക്ഷയില്ല. അത് സൂക്ഷിക്കലാണ് നല്ലത്. പുരുഷന്മാർക്ക് എല്ലാവർക്കും ഒന്നാം സ്ഥാനം ഉമ്മയാണ്. ഉമ്മയും വാപ്പയും. ആ മുഖം ചൊളിഞ്ഞിരിക്കുന്ന ഉപ്പയുണ്ടല്ലോ, പണ്ടത്തെ ഉപ്പ, നമ്മ പോറ്റു വളർത്തിയ ഉപ്പ. ആ വാപ്പാക്കുന്ന പ്രായമായി, മുഖമൊക്കെ ചുളിഞ്ഞു, മുടിയൊക്കെ നരച്ചു. പണ്ട് കാലത്ത് അതാ ഒരു തൊപ്പിക്കൊടയും, ആ തൊപ്പിക്കൊടയുള്ളിൽ കള്ളിത്തുണിയും ചുരുട്ടി വെച്ച് വാപ്പ പാടത്തേക്ക് പോകുന്നു. സുബഹി നിസ്കരിച്ച് ചായ കുടിക്കാൻ വകുപ്പില്ല. ഞാനിത് പറയുമ്പോ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, ചായ കുടിക്കാൻ വകുപ്പില്ല. ആ വാപ്പ മെല്ലെ മെല്ലെ പോകുന്നു. ഉച്ച സമയത്ത് അതാ ഉമ്മ പറയുന്നു, മോനെ കഞ്ഞൊന്ന് കൊണ്ടുപോയി കൊടുക്കൂ ഉപ്പാക്ക്. തൂക്കുപാത്രത്തിൽ കഞ്ഞിയും വാങ്ങി മകനതാ ഓടുന്നു. ഒരു കയ്യിൽ ചമ്മന്തിയുണ്ട്. എന്താണ് കുടിക്കാനുള്ള കയ്യില്? പ്ലാവിന്റെ ഇലയല്ലേ, മറക്കാനായോ? പ്ലാവിന്റെ ഇല കൊണ്ടാണ് കഞ്ഞു കുടിക്കുന്നത്. പാടത്ത് ദുഹർ ബാങ്ക് വിളിക്കുമ്പോ പാടത്തിരിക്കുന്ന വാപ്പ പടി നിർത്തി വെച്ച് ആ തൊപ്പിക്കൊടിയുള്ളിൽ ചുരുട്ടി വെച്ച കള്ളുത്തുണിയും എടുത്തിട്ട് ആ ഉപ്പയതാ ദുഹർ നിസ്കരിക്കുന്നു. വിഷം തട്ടിയ ഉപ്പ വരമ്പിലിരിക്കുമ്പോഴാണ് 10 വയസ്സ് 12 വയസ്സുള്ള മകൻ കഞ്ഞിയുമായി ഓടുന്നത്. ആ കഞ്ഞി വരുന്ന രംഗം കണ്ട് വാപ്പിരിക്കുമ്പോ ആ മകന്റെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങി ഈ ഉപ്പയങ്ങ് കുടിക്കുമ്പോൾ
എന്റെ ചെറുപ്പക്കാരെ, വാപ്പയുടെ മുഖത്ത് നോക്കുന്നു നമ്മൾ. ഉപ്പാക്ക് മനസ്സിലായി എന്റെ മകന് വിശപ്പുണ്ട് എന്ന് മുഴുവനും കുടിക്കാതെ അല്പം കഞ്ഞി വാപ്പ മകന്റെ കയ്യിലങ്ങ് കൊടുക്കുമ്പോ ആ പൊന്നുമകൻ ചുരുണ്ടിരുന്ന് ഉപ്പയുടെ അരികിൽ ആർത്തിയോടെ കുടിക്കുമ്പോൾ വാപ്പ കരഞ്ഞില്ലേ? നമ്മുടെ ഉപ്പ കരയുന്നു, പടച്ചവരെ എന്റെ മക്കൾക്ക് വിശപ്പുണ്ട്, എന്റെ മക്കൾക്ക് ദാഹമുണ്ട്, ആ മക്കൾക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. പാടത്ത് കൊത്തുന്ന പൊന്നൂപ്പ ആ പൊന്നുമകനെ പറഞ്ഞു വിട്ട് വൈകുന്നേരം വരെ വീണ്ടും കൊത്തുന്നു. ആ ഉപ്പാനെ മറക്കരുതേ എന്റെ ചെറുപ്പക്കാരെ. കല്യാണം കഴിച്ചൊരു പെണ്ണിനെ കയ്യിൽ കിട്ടുമ്പോഴേക്കും ആ പൊന്നു വാപ്പയെ മറക്കല്ലടോ. പെറ്റ ഉമ്മയുണ്ടല്ലോ, മനുഷ്യ ഗൾഫിലേക്ക് നീ പോയ സമയത്ത് ഉമ്മയോട് പടകിയിട്ടല്ലേ പോയത്, ഭാര്യ വീട്ടിൽ നിന്നല്ലേ പോയത്. ആ ഗൾഫിലേക്ക് അങ്ങ് എത്തിയ വിവരം അറിയുമ്പോ ഉമ്മ ദുആ ചെയ്യുന്നു, അല്ലാ എന്റെ മകനെ കൊടുക്കല്ല റബ്ബേ, എന്റെ മകന് നല്ല ജോലി കൊടുക്കണേ അല്ലാ. തിരിഞ്ഞു നോക്കാത്ത മകൾ അവനതാ അമ്മായിമ്മയോട് കൈപ്പിടിച്ച് അമ്മോഷന്റെ കൈപ്പിടിച്ച് പെറ്റ ഉമ്മയെ തള്ളിക്കളഞ്ഞ് വാപ്പയെ വലിച്ചെറിഞ്ഞു പോയവൻ. പക്ഷേ ഉമ്മ മറക്കോ മോനെ? പെറ്റ തള്ള മറക്കുമോ? ആ ഉമ്മ കണ്ണുനീരൊടുക്കി ദുആ ചെയ്യുന്നില്ലേ? പോലീസ് പിടിച്ചു എന്ന് കേട്ടാൽ ഉമ്മയല്ലേ ഓടിയെത്തുന്നത്? ഉമ്മയല്ലേ പഞ്ചായത്ത് മെമ്പറിന്റെ അരികിലെത്തുന്നത്? ഉമ്മയല്ലേ MLA-യുടെ അരികിലെത്തുന്നത്? എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തണം, എന്റെ മകനെ ഒന്ന് രക്ഷപ്പെടുത്തണം. ആ സാധുവായ ഉമ്മയുടെ കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചുകൂടെ? എന്റെ അനുജന്മാരെ, ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കളുണ്ടോ? നാളത്തേക്ക് നീട്ടിവെക്കണ്ട. ഉമ്മാനെ കൈപ്പിടിച്ചു ഉമ്മ പൊരുത്തപ്പെട്ടു തരണം, കാല് പിടിച്ച് പൊരുത്തപ്പെടിച്ചു. മരിച്ച ഉമ്മയാണോ? അല്ലാഹുമ്മ ഗുഫിർ ലഹാ, അല്ലാഹുമ്മ ഗുഫിർ ലഹാ. ഖബറുകൾ ചെന്നിട്ട് ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുക, ഉമ്മാക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുക. ഒരു യാസീൻ ഓതി മക്കളെ ദുആ ചെയ്യുക. എന്റെ അനുജന്മാരെ, യാസീൻ ഓതി ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യുക. പെറ്റ ഉമ്മയെ മാറ്റിവെക്കണ്ട. ഒരു കാലത്ത് എന്തോ സംഭവിക്കട്ടെ, ഉമ്മയുടെയും വാപ്പയുടെയും സ്വഭാവം വളരെ മോശമാണ്. എന്നാലും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കല്യാണം കഴിയുമ്പോഴാണ് ഈ സംഭവം വരുന്നത്. അത് സൂക്ഷിക്കുക. ഒരിക്കലും അവരെ മാറ്റിവെച്ചുകൊണ്ടുള്ള സംഭവം. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു വിഷം വെട്ടിക്കൊണ്ട് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അരികിലിരിക്കുന്നു. അതാ ഉമ്മയുടെ അരികിലങ്ങ് ഇരിക്കുമ്പോ ചെറിയൊരു കാരക്കയുടെ ചീന്ത ലഭിച്ചു. മഹാനായ ഹസൻ തങ്ങൾ ഉമ്മാന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു, അല്പം വിട്ടുപോയിരുന്ന് ആ കാരക്കയുടെ ചീന്തങ്ങ് കടിക്കുമ്പോ ഉമ്മ അടുത്ത് ചെന്നു, മോനെ ഹസനെ, എന്തേ എന്റെ അരികിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇവിടെ നീ ഇരുന്ന് കടിക്കുന്നത്? യാ ഉമ്മതാ, യാ ഉമ്മതാ, ഉമ്മാ വല്ലാത്ത വിശപ്പുണ്ട്, ശക്തിയായ വിശപ്പുണ്ട്. ആ സമയം എനിക്കൊരു കാരക്കയുടെ ചീന്ത് കിട്ടിയപ്പോ എന്റെ ഉമ്മയുടെ മുന്നിൽ വെച്ച് ഞാൻ ആദ്യമങ്ങ് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ആദ്യമങ്ങ് കടിക്കുമ്പോൾ അത് കേടല്ല ഉമ്മ, എന്റെ സ്വർഗത്തിന്റെ കവാടം എന്റെ ഉമ്മയല്ലേ, എന്റെ വിജയത്തിന്റെ എല്ലാം ഉമ്മയല്ലേ. ഈ സാധുവായ കുട്ടിക്ക് വിശപ്പ് വന്നപ്പോ ഞാനൊന്ന് വിട്ടിരുന്ന് കടിച്ചതാണ്. ഖബ്ബലഹു ഖബ്ബലതുഹു. ബഹുമാനപ്പെട്ട മഹ്ദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ ആ പൊന്നുമകനെ ചുംബിക്കുന്നു, ആലിംഗനം ചെയ്തുകൊണ്ട്, എന്റെ കരളെ, എനിക്കൊരു വിഷമമില്ല, വെറുപ്പില്ല, എന്റെ മടിയിലിരുന്ന് കടിച്ചോ, എന്റെ മടിയിലിരുന്ന് കടിച്ചോ. ഒരു ചെറിയ കാരക്കയുടെ ചീന്ത് കിട്ടിയപ്പോ ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് വിശപ്പ് കാരണമായെന്ന് തുടങ്ങിയ
ഇറങ്ങിയാൽ അതബ് കേടല്ലേ എന്ന് പേടിച്ചിട്ട് മാറി നിന്ന മക്കൾ ആ മക്കളുടെ അവിടുത്തെ മക്കളായി അവരുടെ ചെരുപ്പെടുത്തു കൊടുത്തുകൊണ്ട് ആ മഹാന്മാരുടെ ചെരുപ്പെടുത്തു കൊടുക്കുന്നവരിലെങ്കിലും പടണമെന്ന് കൊതിക്കുന്നവരല്ലേ നമ്മൾ. ഈ ദുന്യവിയായ ജീവിതം വളരെ ചുരുക്കമല്ലേ? ആ മഹാന്മാരുടെ മഹതിമാരുടെ കൂടെ കിടക്കേണ്ടവരല്ലേ? ശബ്ദം കേൾക്കുന്ന മുസ്ലിമേ, എന്തു പറഞ്ഞാലും എന്ത് കാരണമുണ്ടെങ്കിലും 50 വയസ്സ് കഴിയുന്ന ഉമ്മ, ആ ഉമ്മമാരുടെ വാപ്പയുടെ സ്വഭാവമൊക്കെ അത് കുട്ടികളുടെ മനസ്സുപോലെയായി തീരും. നമ്മൾ ക്ഷമിക്കുക, ഓരേ ക്ഷമിച്ചോ, നല്ല പ്രതിഫലമാണ്. ഉമ്മ എന്തു പറഞ്ഞാലും ഒരിക്കലും തന്റെ ആ ഉമ്മയോടൊരു വെറുപ്പ് വേണ്ട. ഭാര്യയോട് പറയുക, എന്റെ ഉമ്മ അത് എന്റെ സ്വർഗത്തിന്റെ കവാടമാണ്, അവരെ വേദനിപ്പിക്കുന്ന ഒന്നും എന്നോട് നീ വന്ന് പറയരുത്. നീയും ഞാനും തമ്മിലുള്ള ബന്ധം അത് ചിലപ്പോൾ ഒരു വാക്കുകൊണ്ട് മുറിയും.